LIK ലവ് ഇൻഷുറൻസ് കമ്പനി. ഏകദേശം ഒരു കൊല്ലം മുമ്പാണ് ഇതിലത്തെ ഒരു പാട്ട് റിലീസായത്, ധീമ ധീമ. ആ പാട്ട് കണ്ടപ്പോഴേ എനിക്ക് അതിലത്തെ സ്റ്റെപ്സും കളറും എല്ലാം കൂടി ഭയങ്കരമായിട്ട് അങ്ങ് ക്ലിക്കായിരുന്നു. ആ മ്യൂസിക്കും കുറേ നാളെൻ്റെ റിംഗ് ടോണൊക്കെ അതായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഈ പടം തിയേറ്ററിൽ റിലീസാകുമ്പോൾ ഒന്ന് പോയി കാണണം എന്നുള്ളത്. എന്നിട്ട് ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഒക്കെ വന്നു. അത് പിന്നെ അപ്പം ഇറക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ മാറ്റി എൻ്റെ അറിവിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഈ പടത്തിൻ്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് അങ്ങനെ പോയാലും ഈ February 14 ഇറങ്ങുമെന്ന് പറഞ്ഞു. അതും നടന്നില്ല. അങ്ങനെ ലാസ്റ്റ് കാത്തിരുന്ന് ഇപ്പോൾ April 10 മൂവി റിലീസായത്. പ്രദീപ് രംഗനാഥൻ, കീർത്തി ഷെട്ടി, SJ സൂര്യ, യോഗി ബാബു, അങ്ങനെ നല്ലൊരു കാസ്റ്റ് തന്നെ ഈ മൂവിക്കുണ്ട്. പിന്നെ ഇതിലത്തെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്കിതിൻ്റെ ട്രailer കണ്ടപ്പോൾ തോന്നിയത്, ഇതിപ്പോൾ നടക്കുന്നത് നമ്മുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലല്ല, 2040 നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇതിൻ്റെ ട്രailer കണ്ടപ്പോൾ ഒരു ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവി, സയൻസ് ഫിക്ഷൻ ആയിരിക്കും, അടിപൊളിയായിരിക്കും, അങ്ങനത്തെ ഒക്കെ ഒരു ടോണിലാണ് അന്ന് എനിക്ക് കത്തിയത്. പക്ഷേ ഈ തിയേറ്ററിൽ കയറുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, ഈ 2040 എന്ന് പറയുന്നത് അത്രയും കാലം ദൂരത്തുള്ള ഒരു ഇയർ ഒന്നല്ലല്ലോ. ജസ്റ്റ് ഒരു 14 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2040 എത്തുമല്ലോ. അതെനിക്ക് തിയേറ്ററിൽ കയറുന്നതിന് തൊട്ട് മുമ്പാണ് ആ ഒരു ലോജിക്ക് എനിക്ക് കത്തിയത്. ഒരുപക്ഷെ അതുകൊണ്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. അതായത് ഇതിൻ്റെ VFX വർക്കായാലും മോഡലിംഗ് ആയാലും അവർ ടീമൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഇതിലിപ്പോൾ കണ്ണടയൊക്കെ പല ടൈപ്പ് മോഡൽസ് കാണിക്കുന്നുണ്ട്, വെറൈറ്റി ക്ലാസ്സസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഷൂസ് ആയാലും ഡ്രസ്സായാലും അതിനൊക്കെ നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോബോസ് ആയാലും ഇപ്പോൾ പുതിയൊരു യൂണിവേഴ്സ് ഉണ്ടാക്കുകയാണല്ലോ. അതായത് നമ്മൾക്ക് കണ്ടുപരിചയമില്ലാത്ത ഇങ്ങനെയായിരിക്കും ഒരു പ്രഡിക്ഷൻ ആണല്ലോ ഫുള്ളും. ആ പ്രഡിക്ഷനിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ റോബോസ് ആയാലും ട്രെയിനുകൾ കാണിക്കുന്നുണ്ട്, പിന്നെ പുതിയ മോഡൽ ഫോണൊക്കെ കാണിക്കുന്നുണ്ട്, പല ടൈപ്പ് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ആക്ഷൻസും കയ്യിൽ നിന്ന് വരുന്ന ആ സിഗ്നൽസും കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 2040 നടക്കുന്ന ഒരു കഥയാണെന്ന് പറഞ്ഞത് ഒരു 2100 അങ്ങനെ ഒരു ടൈമിൽ പറഞ്ഞെങ്കിൽ പിന്നെയും ആ ടൈമാകുമ്പോഴേക്കും ഇതുപോലെ റോബോട്ട്സ് വരുമായിരിക്കും, പുതിയ ടൈപ്പ് ഫോൺസ് ഇറങ്ങുമായിരിക്കും, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും, എൻ്റെ ഒരു തോന്നലിൽ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കഥ എന്ന് പറയാൻ നമുക്ക് ഫുള്ള് പ്രെഡിക്റ്റബിളാണ്. അതായത് പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ. ഇപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാണ് നമുക്ക് ഈ മൂവി അങ്ങനെ ഒരു ലെവലിലാണ് ഒരു ട്രാക്കിലേക്ക് വീഴുന്നത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇൻ്റർവെല്ലാകുമ്പോഴേക്കും മിക്കവാറും ഒരു ബ്രേക്കപ്പിനുള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞ പോലെ അങ്ങനെ വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ട്വിസ്റ്റ് വന്നു, SJ സൂര്യ വന്നു, അപ്പോൾ പിന്നെ അതിന് ഇവർ തമ്മിലായിരിക്കും. അതതുപോലെ വന്നു. ഫൈനലിൽ ഇതെല്ലാം സെറ്റായി ആസ് യൂഷ്വൽ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു അവസാനം, നടനൊരു ഡോമിനൻസ്, അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതുപോലെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫുൾ കഥ പ്രെഡിക്റ്റബിളാണ്. ഇതിലാകെ കൂടി ഒരു പ്ലസ് ഉള്ളത് ഇതിൻ്റെ ആർട്ട് വർക്കാണ്. അതായത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതികൾ, കളറിങ്, പ്രൊഡക്ഷൻ ടീം ഫുള്ള് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അവരുടെ ഐഡിയാസ് ആയാലും വിഘ്നേഷ് ശിവൻ ഇതിന് നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ആ ഒരു ഇത് കഥയിലും കൂടി ഒന്ന് പിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പടം വേറെ ലെവലായേനെ. ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഭയങ്കര ഓർഗാനിക്കായിട്ടാണ് അച്ഛൻ മകനെ വളർത്തുന്നത്. ഹീറോയിന് അതിന് നേരെ തിരിച്ച് ഒരു ഹൈബ്രിഡ് കിഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വേവ് ലെങ്ത് പിടിച്ച് പോയാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ വരുമായിരുന്നു. കാരണം നമ്മളൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. ആദ്യം കുറേ നാൾ TV കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ് നടന്നു, ഇപ്പോൾ ഫോണെന്ന് പറഞ്ഞ് നടന്നു. നമ്മുടെയൊക്കെ ലൈഫ് ഇപ്പോൾ അങ്ങനെയാണ്, ഫോണില്ലാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ആ ഒരു ലെവൽ പിടിച്ച് പോയെങ്കിലും ചിലപ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയാലേ. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു കോർപ്പറേറ്റ് കമ്പനി, ഒരു വില്ലനായിട്ടൊരു ബെറ്റ്, അത് വെച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ, കഥയിൽ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നുമില്ല. ആ പ്ലോട്ടിലാണ് ഫുള്ള് വെറൈറ്റി വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടിരിക്കാം. പിന്നെ അത്യാവശ്യം തമാശയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. നല്ല കളർഫുള്ളാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് തിയേറ്ററിലൊക്കെ പോയിരുന്ന കൊള്ളാലോ, വാവ്, അങ്ങനെ കാണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കളറിങ് ആയാലും ഒരു ബ്ലൂ പിങ്കിഷ് ടോണിലാണ് ഫുള്ള് വരുന്നത്. അത് വളരെ രസമായിട്ട് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം ദി ബെസ്റ്റ് എന്ന് പറയാനുള്ളതില്ല. ഓക്കെ, ഒരു ആവറേജ് മൂവി, നമുക്ക് പോവാം, കാണാം, ആസ്വദിക്കാം, തിരിച്ചു പോരാം. അതിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മ നിന്നോളുന്നില്ല.
എനിക്കതിൽ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടത് അവരുടെ ഡ്രസ്സിങ് കളറുകൾ, ആ പ്ലോട്ട്, ആ സർഫസ് കാര്യങ്ങൾ, പിന്നെ ടെക്നോളജീസ് ഇതൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്യാമറ, ഡയറക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അഭിനയം ആയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അവരവരുടെ ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് ചെയ്തതായിട്ട് തോന്നി. SJ സൂര്യനൊക്കെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി അടിപൊളിയാണ്. സാധാരണ ആൾ വരുമ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അതൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ റോള് വേറെ ആരെങ്കിലുമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കട്ട ഫ്ലോപ്പായേനെ. കുഴപ്പമില്ലാത്തൊരു പടം, പോവാം, കാണാം, ആസ്വദിക്കാം, അത്ര തന്നെ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസ് ആയാലും ആ വർക്കും കാര്യങ്ങളൊക്കെ ആയാലും അത് കണ്ടിരിക്കാനൊരു രസമുണ്ട്. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഫാമിലി ഓഡിയൻസിനായാലും കുട്ടികൾക്കായാലും നമുക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റോ അല്ലെങ്കിൽ വയലൻസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. കുട്ടികൾക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് പോവായാലും നമുക്ക് അങ്ങനത്തെ ഒരു വൈബിലിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. അപ്പോൾ എൻജോയ്.